റീബ്രത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ ഗുണങ്ങളുണ്ടല്ലേ. ആ ഗുണങ്ങളാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിൽ കൂടുതലായി നിൽക്കുന്ന ഗുണം എന്താണ്? ദേഷ്യമുണ്ടാവാം, വെറുപ്പുണ്ടാകാം, പകയുണ്ടാവാം, ഒരു കാരണവുമില്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഗുണങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് അല്ലേ. എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, എല്ലാ മനുഷ്യരും ആത്യന്തികമായിട്ട് പാവങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളിലുള്ള ഗുണം എന്താണ്, അതിനെ ആശ്രയിച്ചാണ് നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നത്. സ്ഥിരമായി നമുക്കൊരാളോട് ദേഷ്യം തോന്നുന്നുവെങ്കിൽ അതത്ര നല്ലൊരു കാര്യമല്ല. ആ എനർജി നമ്മളെ നരകതുല്യമായ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓരോ ചിന്തകളും എനർജീസ് ആണ്. അപ്പം നമ്മുടെ ചിന്തകൾ എനർജികളാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനർജിയുടെ പല രൂപത്തിലുള്ള ഫോമുകളായിട്ട് ഇങ്ങനെ മാറുമ്പോൾ, ആ എനർജിയുടെ റിഫ്ലക്ഷൻസ് എങ്ങനെയാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ചിലരുടെ ജീവിതം നോക്കി നമുക്ക് വല്ലാത്തൊരു അസൂയ തോന്നാം അല്ലേ. എന്തുകൊണ്ട്? നമ്മളെക്കാൾ നല്ല ജീവിതം അവർ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് അസൂയ തോന്നാം. പക്ഷെ നമ്മുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഭൂമിയിലെ സങ്കടവും സന്തോഷവും നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ കൂടുതലായി നിൽക്കുന്ന എനർജി എന്താണ്, അതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ എനർജിയെ ലവ് എനർജിയായി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഏതൊരാൾക്കും സന്തോഷതുല്യമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം കുറെ അധികം കാലങ്ങൾക്ക് മുന്നേ ഒരുപാട് സങ്കടങ്ങളിൽപ്പെട്ട് നിന്ന ഒരാളാണ് ഞാനും. അപ്പൊ എന്നിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എനർജി എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഉണ്ടായത്. അതായത് ഉറക്കത്തിൽ കണ്ടമാനം ഞെട്ടി ഉണരുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ കണ്ടമാനം ഞെട്ടുന്ന ഒരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ഫോഴ്സസ് അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നത് എന്നല്ലേ. അപ്പോൾ നെഗറ്റീവ് ഫോഴ്സസ് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നതെന്ന് നമ്മൾ വിചാരിക്കും. കൊച്ചു കുട്ടികളൊക്കെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ സ്ഥിരമായി ഞെട്ടി ഉണരുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്തേക്ക് ഇരുമ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കുറെ അധികം പ്രായം ആയതിനു ശേഷം ഇങ്ങനെ ഒരു ഞെട്ടൽ നിങ്ങൾ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആകാൻ ടൈമായി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ ഞെട്ടൽ ഉണ്ടാകുന്നു, കാലിന്റെ തള്ളവിരലിന് കണ്ടമാനം വേദന വരിക, അങ്ങനെ പല അസ്വസ്ഥതകളൊക്കെ വന്ന സമയത്ത് ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ അസുഖങ്ങൾ മാറാൻ വേണ്ടി സൂര്യഭഗവാനെ വിളിക്കുന്ന സമയത്ത് അതിന് റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. അതായത് ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ വേദന മാറാൻ വേണ്ടി വിളിച്ചു എങ്കിൽ 10 മിനിറ്റിനുള്ളിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ടൈമിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ സ്പിരിച്വാലിറ്റിയുമായിട്ട് വളരെ കണക്റ്റഡ് ആകാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി എന്നിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ എനർജി എനിക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് എൻ്റെ ചിന്തകൾ പോസിറ്റീവ് ആക്കിക്കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തുകൂടാ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരികയും അങ്ങനെയാണ് ഹീലിംഗ്, വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഹീലിംഗ് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം ഒരു 13 വയസ്സ് മുതൽ ഹീലിംഗ് ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും യൂട്യൂബ് ചാനലിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം മേടിക്കുകയും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. സത്യം പറഞ്ഞ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ പോലും എൻ്റെ ചാനലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാത്ത എൻ്റെ ഗ്രൂപ്പുകളിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുറമേ നിന്ന് കാണുന്ന റേക്കി ഹീലിംഗ് പഠിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വളരെ വിഷമം തോന്നുകയും അവർ റേക്കി ഹീലിംഗിൽ എങ്ങും എത്താതെ പോയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അവർ വളരെ വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട് എനിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടുക, വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മാങ്ങയുള്ള മാവിനെ ഏറ് കിട്ടുകയുള്ളൂ. അപ്പം എന്നിൽ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള ആൾക്കാർ കോൾ ചെയ്യുമ്പോഴും അതിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഹീലിംഗ് എന്താണെന്ന് വ്യക്തമായിട്ടും ഓരോരുത്തർക്കും അറിയാം അല്ലെ. ആ എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ
നമ്മുടെ ഗുണങ്ങൾ എന്താണ് അതിനെ ആശ്രയിച്ചാണ് ആ എനർജി നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ അതിന് അസൂയപ്പെട്ടിട്ടോ കുശുമ്പെടുത്തിട്ടോ ഒരു കാര്യവുമില്ല. കാരണം ലക്ഷങ്ങളോ കോടികളോ വരുമാനം മേടിക്കുന്ന ഒരാളല്ല ഞാൻ. യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നുണ്ട്. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ കരുതി വിഷമിച്ചുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും വിഷമിക്കണ്ട. എനിക്ക് സാധിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ സാധിക്കാൻ കഴിയും. ഞാൻ പഠിച്ചതിനേക്കാളും മനസ്സിലാക്കിയതിനേക്കാളും ഒക്കെ ഒരുപാട് കഴിവും ഒരുപാട് എനർജീസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ കുശുമ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. ഇന്ന് എനിക്ക് റിക്വസ്റ്റ് വാട്സാപ്പിൽ വന്നിട്ടിരിക്കുന്ന വേറെ 2-3 കണ്ടന്റാണ്. അപ്പോൾ ഇന്നെന്നാ കരുതി ഇതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ ഇന്നോ ഇന്നലെയോ അല്ല ഹീലിംഗുമായിട്ട് കണക്റ്റഡ് ആയത്. ഞാൻ 13 വയസ്സ്, എനിക്കിപ്പോൾ 36 വയസ്സുണ്ട്. 13 വയസ്സിൽ ആക്ച്വലി ഞാൻ ഹീലിംഗുമായിട്ട് കണക്റ്റഡ് ആയതാണ്. 13 വയസ്സ് മുതൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാൻ ഹീലിംഗ് തെറാപ്പിയിലൂടെ അവരുടെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 13 വയസ്സിൽ തന്നെ ഇത് റേക്കി ഹീലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗിൻ്റെ മെത്തേഡാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ വയ്യാതെ കോസ്മിക് എനർജിയെ കൈക്കുള്ളിൽ കൺട്രോൾ ചെയ്യാൻ സ്വയമേ പഠിച്ചിട്ട് സ്വയമേയാണ് ഞാൻ ആ ഹീലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് കുറേ അധികം കാലങ്ങൾ കഴിയുകയും ഇത് റേക്കി ഹീലിംഗ് ആണ്, ഇത് പ്രാണിക് ഹീലിംഗിൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അത് മനസ്സിലാക്കിയ സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ വല്ലാത്തൊരു ഞെട്ടൽ, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ബോഡിയിൽ അനുഭവപ്പെട്ട് തുടങ്ങിയത്. ഭയങ്കരമായിട്ട് ബോഡി ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ബോഡിക്ക് പ്രത്യേകിച്ചൊരു തണുപ്പ് അനുഭവപ്പെടുക, ഒരുപാട് തണുപ്പുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ചൊരു ചൂട് അനുഭവപ്പെടുക. അപ്പോൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാകാൻ തുടങ്ങി. അപ്പോൾ ചില സമയത്ത് AC ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലർ ചോദിക്കും, നിനക്ക് തണുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കാര്യമായ തണുപ്പ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. എൻ്റെ ബോഡിയിൽ എന്തോ ഒരു എനർജി ഉണ്ട്. ഉറങ്ങുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത് എല്ലാം എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഹീലിംഗ് മെത്തേഡുമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആകണമെന്നുള്ള ചിന്ത വരികയും ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടാതെ വരികയും തൽക്കാലം ഒരു മാറ്റം ആവശ്യമാണെന്ന് ചിന്ത വരികയും ഒക്കെ ചെയ്തു. അപ്പം നിങ്ങളിലും അങ്ങനെയുള്ള ചിന്തകൾ, നിങ്ങളിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളിലുള്ള എനർജി എന്താണ്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദേഷ്യമാകാം, വെറുപ്പാകാം, വൈരാഗ്യമാകാം, എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളിൽ കൂടി നിൽക്കുന്ന എനർജി, ആ എനർജിയെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പഠിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് കാരണം എന്താണ്, നിങ്ങളുടെ ചിന്തകളിൽ എന്താണ് പ്രശ്നം, നിങ്ങളുടെ ബോഡിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെ ഏതൊരു വ്യക്തിക്കും മുന്നോട്ട് പോയി സക്സസ്സിലേക്ക്, വലിയ സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും. ജീവിതത്തിൽ വലിയ സക്സസ്സുകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഞാൻ. പക്ഷെ എന്നോട് ശത്രുത പുലർത്തുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള തിരിച്ചറിവ് വന്ന സമയത്ത് എനിക്ക് അത്ഭുതമായി. ഇതെന്താണ് ഇങ്ങനെ ശത്രുത ഉണ്ടാവുന്നത്? പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും പല രീതിയിൽ കോൾ ചെയ്യുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അവരൊക്കെ റേക്കി പഠിച്ചവരാണ്, പ്രാണിക് ഹീലിംഗ് പഠിച്ചവരാണ്. ഇപ്പോൾ അവരതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കോളുകൾ വരാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യം, ഇന്നോ ഇന്നലെയോ അല്ല ഞാൻ ഈ ഹീലിംഗുമായിട്ട് കണക്റ്റഡ് ആയത്. വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ആരാധന മൂർത്തി എന്ന് പറഞ്ഞ ശിവഭഗവാനാണ്. ഭഗവാനുമായിട്ട് എൻ്റെ ഏറ്റവും വേദനാജനകമായ കാലഘട്ടത്തിൽ ഭഗവാനെ വിളിച്ച സമയത്ത് ഭഗവാനിലൂടെ ആ എനർജി പാസ്സാവുകയും മരുന്നുകൾക്കപ്പുറത്തേക്ക് ആ എനർജി എന്നെ എണീപ്പിച്ച് നടത്തുകയും ചെയ്തൊരു ചരിത്രം എനിക്കുണ്ട്. അപ്പം നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തുമ്പോൾ നിങ്ങൾ എന്നോടുള്ള ശത്രുത അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ള ശത്രുത നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. സോ അത് മറക്കാതിരിക്കുക കേട്ടോ. കാരണം ഏതൊരു ശക്തിയും നമ്മളെ കാക്കണമെങ്കിൽ നമ്മളുടെ ഗുണങ്ങൾ നല്ലതായിരിക്കണം. എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല കുടുംബം ഉണ്ടാകണം, ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവണം, അവരെ നല്ല നിലയിൽ പോകണം. ഇതെല്ലാവരുടെയും ആഗ്രഹമാണ്. ഇതിനൊക്കെ മറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വിപത്തുകളായിട്ട് വന്ന് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എവിടെയോ ഒരു അഴിച്ചുപണി ആവശ്യമായിട്ടുണ്ട്. ആ അഴിച്ചുപണി എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്നെ തേടി വന്ന സമയത്ത് ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് എന്നിൽ ഒരു അഴിച്ചുപണി കൊണ്ടുവരേണ്ടത്? അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ രൂപമാറ്റം വരുത്താൻ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ രൂപമാറ്റം വരുത്താൻ ശ്രമിക്കുകയാണുണ്ട്. ഇതെൻ്റെ 2ാമത്തെ ഒരു ജന്മമാണ്, പുനർജന്മം എന്ന് പറയാം. തിരിച്ചറിവുകളുടെ ഒരു കാലഘട്ടം, എല്ലാത്തിനോടും സ്നേഹവും എല്ലാത്തിനോടും ബഹുമാനവും അതിനേക്കാളൊക്കെ ആരെയും ദ്രോഹിക്കാത്ത ഒരു മൈൻഡ് സെറ്റും ഒക്കെ നേടിയെടുത്തത് കൊണ്ടാണ് ഇന്ന്
എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. ഒരു 4 വർഷക്കാലം എണീക്കാൻ വയ്യാതെ കിടന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മരുന്നുകൾ കൈയൊഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസമാണ്. എൻ്റെ ഹസ്ബൻഡിന് സ്ഥിരമായിട്ട് ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 28 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് വന്ന സമയത്ത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്താണ് എന്നിൽ ഒരു അഴിച്ചുപണി കൊണ്ടുവരേണ്ടത്? അതിൻ്റെ പുറകെ പോവുകയും പലപ്പോഴും മെഡിറ്റേഷൻ മണിക്കൂറുകൾ ചെയ്യുകയും ജീവിതത്തിൽ ആ മെഡിറ്റേഷന്റെ യാത്രകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തിരിച്ചറിവുകൾ ഒരുപാട് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, മഹാവതാർ ബാബാജി ഉൾപ്പെടെ കണ്ട നിമിഷങ്ങൾ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉയരങ്ങളിലെത്തട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയട്ടെ. ഇന്നിങ്ങനെ ഒരു ചിന്തയുമായി ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫീമെയിൽസ് ഉള്ളയും ജെൻസ് ഉള്ളയും. അപ്പോൾ അതിലേക്ക് ശനിയാഴ്ച ഞായറാഴ്ചയും ആ ഗ്രൂപ്പിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ആഡ് ആകാം. അതിനകത്ത് വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ജസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. ഹീലിങ്ങിന് വേണ്ട നമ്പർ ഞാൻ കൊടുത്തേക്കാം. പിന്നെ റൈക്കി ഹീലിങ്ങും പ്രാണിക് ഹീലിങ്ങും കൂടെ മിക്സ് ചെയ്തൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ ഫോം ചെയ്തിരിക്കുന്നത്. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.